ആകാശ്, ഗാദ ജോൺ, പ്രിയ, രേഷ്മ. കഥ എത്രയാ മാർക്ക്? ഇത് നമ്മുടെ ക്ലാസ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റുഡന്റിന്റെ പേപ്പറാണ്. മണവാള, സുവോളജിക്ക് ആകെ ഫെയിലായത് താൻ മാത്രമാണ്. ഇവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ചോദിക്കലായിരുന്നല്ലോ തനിക്ക്. ഇത്രയൊക്കെ ഡൗട്ട് വെച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അത് മിസ്സിന്റെ കൂടെ പരാജയമായിട്ടൊന്ന് ഉൾക്കൊണ്ടൂടെ? നീ വലിയ ഡയലോഗ് നടിക്കണ്ട. ഈ പേപ്പറേ അത് പ്രിൻസിപ്പലിന്റെ കാണും. പാരന്റ് വന്ന് സൈൻ ചെയ്തിട്ട് എന്റെ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടാ. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പോ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ. ഗുഡ് ബോയ്. നിങ്ങൾ എന്ത് പേരന്റാ? എന്ത്? ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ, അല്ല സാറ്? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാനോ? കുഴപ്പമോ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ, മിടുമിടുക്കൻ, ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതെ, വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടോളം ഉണ്ട്, ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ? ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാട് അങ്ങോട്ട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ട് ഇറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ. എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചറാണെന്ന്? പപ്പേന്. ഓ നമസ്കാരം. മോന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും കേട്ടോ. അല്ലെങ്കിൽ അവന് കുറച്ച് ഡൗട്ട് ചോദിക്കൽ കൂടുതലാണ്. വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയും ഡൗട്ട് ചോദിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ്, അല്ലേ മിസ്സേ? പക്ഷെ രാത്രി മാത്രം ഡൗട്ട് ഉണ്ടാകുന്ന അത്ര നല്ല ശീലമൊന്നല്ല കേട്ടോ. ഡാഡിയുടെ മാനം കളിയോടാണ്. ഡോണ്ടു. The sky had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days when the clouds hang low over the fields and it looks like rain, which never comes. Evenish. Evenish took a deep breath and lighted his pipe before beginning his story. But just okay, see for the next class. Thank you. പ്രിയ, ഓക്കെ, അപ്പൊ നാളെ കാണാം.
പോണില്ലേ? പോണോ? വേണ്ട. റോഷ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ സീരിയസ് ആയിട്ട് തന്നെയല്ലേ? പറ്റിക്കോ? പോടാ, ഞാൻ നല്ല കട്ട സീരിയസാ. എന്നാ പോ. പോ. കണ്ണടക്കി. എന്തിനാ? കണ്ണടക്കാം. എന്നോടൊക്കെ കണ്ണു നോക്കാൻ പറഞ്ഞു. ഞാൻ 2 കണ്ണിലും കിസ് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. അയ്യോ, എന്നാ ഒന്നും നടക്കാം. ഇനി വേണ്ട, ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ പോവാം. റോഷ, I love you, love you, love you, love you. അയ്യോ, എനിക്ക് ഭയങ്കര സ്റ്റാമിന. എടാ ഒന്ന് വിശ്വസിച്ചു പോടെ തള്ളാതെ വെറുതെ വന്നിരുന്നു സത്യമായിട്ടും എടാ നീ ആ സ്കൂട്ടർ ഒന്നും അതിൽ എണ്ണയൊന്നുമില്ല എടാ ഞാൻ അടിച്ചു തരാടാ നിനക്കൊന്നും ഇത്ര അത്യാവശ്യം എടാ ഇന്ന് മറ്റേ ലാബ് ഉള്ളതല്ലേ ഞാൻ റെക്കോർഡ് എടുത്തില്ല അതിന്ന് ലാബ് ഇല്ലട പൊട്ട. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം. ആടാ ആ പൊട്ട പിയൂണ് വർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ നാടകം പാഞ്ചാലി വസ്ത്രാക്ഷേപം. എടാ അപ്പൊ ആരാ പാഞ്ചാലി? അത് നമ്മളെ സ്നേഹാമിസാ. അപ്പൊ ഈ വസ്ത്രാക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സൊക്കെ വലിച്ചങ്ങ് ഊരായിരിക്കല്ലേ? ഇല്ലടാ അതിനു മുമ്പേ കൃഷ്ണൻ വന്ന് രക്ഷിക്കൂലേ. കർത്താവേ, കൃഷ്ണൻ വരാൻ ലേറ്റ് ആകണേ. അനീതി വിഹരിക്കുന്ന ഈ സഭയിൽ മൗനിയായി നോക്കി നിൽക്കാനാണ് നമ്മുടെ യോഗം. എങ്കിലും ധർമ്മം ഒരിക്കൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും. അന്റെ തോന്നിയ കോമ്പൗണ്ടിൽ നടക്കൂല. അത് പിന്നെ കഥാപാത്രമായിട്ട് മാറിയല്ലേ? എങ്ങനെ കഥാപാത്രം ഇയാള് ഭീഷ്മരല്ലേ? ഞാൻ പറയണ്ടെങ്കില് ഞാൻ ദുരാഗ്രഹിയായി ദുര്യോധനെ അച്ഛൻ്റെ അടിച്ചേ. സോറി സോറി പിടിച്ച് ഭീമനാക്കിയിട്ട്. എടോ, തനിക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലേ? എടോ ഞാൻ മാഷു ഈ പിയൂണ് മനസ്സിലായി. ഇതിൽ ആരൊക്കെയാ ഉള്ളത് നിന്നോട് വ്യക്തമായിട്ട് പറയാം, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. അയ്യോ, എന്റെ കന്നി സംവിധാന സംരംഭമാണ്, കൊളവാക്കരുത്. കഞ്ഞി സംവിധാനമാണെന്നുള്ള എല്ലാരും പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്റെ കാസ്റ്റിംഗ് എന്നെ മാറിപ്പോയി. കാശിങ്ങനെ എന്താ കുഴപ്പം? എടാ ഇന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇന്നെ ബാഹുബലി ആക്കണ്ടേ? മഹാഭാരതത്തിൽ എവിടെയാണോ ബാഹുബലി? അപ്പൊ ബാഹുബലി മഹാഭാരതത്തിലല്ല. എടോ, താൻ ഭീമനാണ്, ഭീമൻ. കണ്ടില്ല? ആകെ ടെൻഷൻ ആയല്ലോ. ഇനിയിപ്പോ എന്താ ടെൻഷൻ മാറാൻ എന്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. മാറ്റി വന്നേ, വെറുതെ ടെൻഷനൊക്കെ അടിച്ച്. അയ്യോ, മദ്യപാനത്തിൽ ഞാൻ കന്യകനാ. ടെൻഷൻ മാറണ്ടേ? അത് വേണം. ഗ്ലാസ് എടുക്ക്. എവിടെ? ആ, ഇത് പൊക്ക്. ആ, ഗ്ലാസ് എടു, ഗ്ലാസ് എടു. ടെൻഷൻ ഞാൻ ഇപ്പൊ മാറ്റി തരാം. ഇടേ. ട്രൈ അടിച്ചാ? അപ്പൊ ഇതാണ് ഡ്രൈ. ആ, ഇതെല്ലാം ട്രൈ. I am thrilled. ജയ് മഹിഷ്മതി സാമ്രാജ്യം. ഭീഷ്മ പിതാമഹ, കുരുവംശത്തിന്റെ കുലവധുവായ നമ്മെ ഇപ്രകാരം അപമാനിച്ചിട്ടും അധർമ്മം പ്രവർത്തിച്ചിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കുന്നത്? നിങ്ങൾ കട്ടപ്പലുക്കിലും മസിലും പിടിച്ച് നിൽക്കാതെ ഓള് ചോദിക്കുന്നതിന് മറുപടി പറയുന്നു. ഭീമസേന, ദ്രൗപു, അങ്ങും ഇതിന് കൂട്ടുനിന്നോ? എനിക്കറിയില്ല. ഈ പിയൂണെല്ലാം ഇതൊക്കെ എഴുതിണ്ടാക്കി അത് സ്റ്റാൻഡേർഡെല്ലാം ഉണ്ടാവുള്ളൂ. ആര്യപുത്ര, യുധിഷ്ഠിര, അങ്ങേക്ക് ഇതെങ്ങനെ മനസ്സ് വന്നു? ദ്രൗപദി ചതിയുടെ ചൂതാട്ടത്തിൽ വികലത പ്രാപിച്ചതാ. വഞ്ചിത കുഞ്ചിതനായി പ്രിയേ. വരൂ പാഞ്ചാലി, വന്ന് നമ്മുടെ തുടയിൽ ആസനസ്ഥയായ. ദേവസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചാൽ വെട്ടേണ്ടത് വിരലുകളല്ല.
മാഷിന് എന്ത് പറ്റി സാറേ? ഗുരുവായൂരപ്പനല്ല ബാഹുബലിക്ക് ഭ്രാന്ത് നൽകിയതാ. പിടിക്ക് ഒക്കെയോ കണക്ക് മാഷിന് കണക്കിന് അടിയിട്ടിട്ടുണ്ട്. കണക്കൊക്കെ പിന്നെ പറയാം. എടുത്തു ഐ ആം ത്രിൽ കറക്റ്റാണോ?